ഹായ് ചാപ്റ്റർ നമ്പർ 11 ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജിയോമെട്രി. ഇൻട്രൊഡക്ഷൻ ടു 3D എന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് തന്നെ ആകെ കുറച്ച് ചോദ്യങ്ങളാണുള്ളത്. അത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ പഠിച്ചിരിക്കണം? ഫസ്റ്റ് നിങ്ങളോട് ഒരു 1 വേർഡ് ചോദിക്കും, എന്നിട്ടൊരു 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ചോദ്യം ചോദിക്കും. അതിനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ കുറച്ച് 1 വേർഡുകൾ നോക്കാം, എന്നിട്ട് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും പഠിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു 3 ഡയമെൻഷണൽ ജിയോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ സെറ്റായി. സോ ഫസ്റ്റ് നോക്കിക്കോ. എ പോയിന്റ് XYZ ഈസ് ഓൺ ദി XY പ്ലെയിൻ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓൾവേസ് ട്രൂ. ഇത് കുറച്ചുകൂടി നിങ്ങളൊന്ന് ആലോചിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്, പക്ഷേ ഭയങ്കര ഈസിയാണ്. അതായത് ഞാൻ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പോയിന്റ്സ് ഇൻ, അതാദ്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. പോയിന്റ്സ് ഇൻ 3 ഡയമെൻഷണൽ സ്പേസിലിട്ടതല്ലേ നമ്മൾ എഴുതുന്നത്. XY പ്ലെയിനിലെ പോയിന്റ് ആണെങ്കിൽ അതേപോലെ തന്നെ XZ പ്ലെയിനിലെ പോയിന്റ് ആണെങ്കിൽ അതേപോലെ തന്നെ YZ പ്ലെയിനിലെ പോയിന്റ് ആണെങ്കിൽ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. XY പ്ലെയിനിലെ പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ Z കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ XY0 ഇങ്ങനെ വരാം. ഇനി XZ പ്ലെയിനിലെ ഒരു പോയിന്റ് ആണെങ്കിൽ XZ പ്ലെയിൻ കേട്ടോ, എക്സും സെഡും ഒരുമിച്ച് വരുന്ന ആ ഒരു പ്ലെയിൻ. അപ്പോൾ XZ പ്ലെയിനിലെ പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ Y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ X0Z എന്ന പോയിന്റ് വരും. ആൻഡ് YZ പ്ലെയിനിലെ പോയിന്റ് ആണെങ്കിൽ അവിടെ X കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0YZ ഇങ്ങനെയാണ് ആ പോയിന്റ് വരിക. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് ഇൻ X ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ എന്തായാലും ശ്രദ്ധിച്ചോ, അവിടെ ബാക്കിയുള്ള 2 കോർഡിനേറ്റും 0 ആയിരിക്കും. എക്സ് അല്ലാത്ത ബാക്കി 2 കോർഡിനേറ്റും 0 ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് Y ആക്സിലെ പോയിന്റ് ആണെങ്കിലോ, അതായത് Y കോർഡിനേറ്റ് അല്ലാത്ത ബാക്കി 2 എണ്ണവും 0 ആയിരിക്കും. Z ആക്സിസിലെ പോയിന്റ് ആണെങ്കിലോ ഈ Z കോർഡിനേറ്റ് അല്ലാത്ത ബാക്കി 2 ആളും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പോയിന്റുകളെ പറ്റി നമ്മൾക്ക് വേണ്ട ഒരു ഏകദേശ ഐഡിയ എന്ന് പറഞ്ഞത്. ഇനി നോക്ക്, എ പോയിന്റ് XYZ ഈസ് ഓൺ XY പ്ലെയിൻ. ഷോറാ XY പ്ലെയിനിലാണെങ്കിൽ Z കോർഡിനേറ്റ് എന്തായാലും 0. അപ്പോൾ അങ്ങനെയാണ് ഓപ്ഷൻ ഏതാ? Z ഈക്വൽ ടു 0. വേറെ ഒന്നും ഇല്ലല്ലോ. X ഈക്വൽ ടു 0 അല്ല, Y ഈക്വൽ ടു 0 അല്ല, Z നോൺ 0 ആണെന്ന് അതുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത നോക്ക്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പോയിന്റ് ലൈസ് ഇൻ സെക്കൻഡ് ഒക്ടന്റ്. ഇനി അടുത്ത നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഈ ഒരു കാര്യം. ഒക്ടന്റുകൾ, നമ്മുടെ ഓരോ ഒക്ടന്റിലും നമ്മുടെ പോയിന്റുകളുടെ കോർഡിനേറ്റ് ഇല്ലേ, ആ കോർഡിനേറ്റ് X കോർഡിനേറ്റ്, Y കോർഡിനേറ്റ്, Z കോർഡിനേറ്റ്, 3 കോർഡിനേറ്റ് അല്ലേ 3 ഡയമെൻഷണൽ പ്ലെയിനിൽ ഉണ്ടാവുക. അപ്പോൾ 3 ഡയമെൻഷണൽ സ്പേസ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ കോർഡിനേറ്റിൻ്റെ സൈന് ഡിഫറൻ്റ് ആയിരിക്കും. ആ സൈന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഈസി ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും. നമ്മൾ ആദ്യം ക്വാഡ്രൻ്റ് വരയ്ക്കാം. ക്വാഡ്രൻ്റ് വരയ്ക്കുന്ന സമയത്ത് XY എന്ന് പറഞ്ഞല്ലേ കൊടുക്കും. അപ്പോൾ ഇവിടെ നോക്ക്, X ആക്സിൽ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, Y ആക്സും പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് എന്നാണ് നമ്മൾ എഴുതുക. ഇവിടെ ഏത് പോയിന്റ് ഉണ്ടെങ്കിലും നമ്മളത് പോസിറ്റീവ് എന്ന് എഴുതുക. പക്ഷേ ഇങ്ങോട്ട് എത്തുമ്പോൾ എക്സിൽ നെഗറ്റീവായി. ഫസ്റ്റ് നമ്മൾ X കോർഡിനേറ്റ് കൊടുക്കുക, Y മുകളിലോട്ട് പോസിറ്റീവാണ്, അപ്പം പോസിറ്റീവ്. ഇവിടെ എത്തുമ്പോൾ X നെഗറ്റീവായി, Yയും നെഗറ്റീവായി, ഇപ്പം നെഗറ്റീവ്. ഇവിടെ എത്തുമ്പോൾ നോക്കി X കോർഡിനേറ്റ് പോസിറ്റീവാണ്, പക്ഷേ Y കോർഡിനേറ്റ് എന്താ? നെഗറ്റീവ്. അപ്പോൾ ഒക്ടന്റുകളുടെ സൈൻ എഴുതുന്ന സമയത്ത് ഒക്ടന്റുകളുടേത് നിങ്ങൾ എഴുതുമ്പം വളരെ ഈസിയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്, എയ്ത്ത്, ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ. ഫസ്റ്റ് ഇവിടുത്തെ ഇതേ ഓർഡറിൽ കൊടുക്കുക. 2 പോസിറ്റീവ്, X നെഗറ്റീവ്, Y പോസിറ്റീവ്, Xും Yയും നെഗറ്റീവ്, X പോസിറ്റീവ്, Y നെഗറ്റീവ്. ഇവിടെ അതേ ഓർഡറിൽ തന്നെ X 2 പോസിറ്റീവ്, X നെഗറ്റീവ്, Y പോസിറ്റീവ്, 2 നെഗറ്റീവ്, X പോസിറ്റീവ്, Y നെഗറ്റീവ്. ഈ ഒരു ഓർഡർ ഇങ്ങനെ ഒരു സൈക്ലിക് ഓർഡറിൽ അടിച്ചുകൂടെ. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ക്വാഡ്രൻറ്റ് മനസ്സിലാക്കി വെച്ചു. എന്നിട്ട് ആദ്യത്തെ 4ൻ്റെയും അവസാനം പ്ലസ് ആണെങ്കിൽ ഫസ്റ്റ് 4 ഒക്ടന്റുകളുടെ കോർഡിനേറ്റുകളുടെ സൈന് കിട്ടി. 5 മുതൽ 8 വരെയുള്ളതിൽ അവസാനത്തത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 5 മുതൽ 8 വരെയുള്ള ഒക്ടന്റ് വരുന്ന പോയിന്റുകളുടെ സൈനും കിട്ടി. ഇനി ഇവിടെ നോക്ക്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പോയിന്റ് ലൈസ് ഇൻ സെക്കൻഡ് ഒക്ടന്റ്. അപ്പോൾ സെക്കൻഡ് ഒക്ടന്റ് ആണെങ്കിൽ നമുക്ക് ഉറപ്പാണ് അവസാനത്തത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ആകുമ്പോൾ X നെഗറ്റീവ്, Y പോസിറ്റീവ്, മൂന്നാമത്തെ എന്തായാലും പോസിറ്റീവ്. അപ്പം പോസിറ്റീവ് എന്ന് പറയുന്ന രീതിയിൽ പോയിന്റ് വരണം. നോക്ക്, നെഗറ്റീവ് പോസിറ്റീവ്. ദ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെഗറ്റീവ് പോസിറ്റീവ്. വേറൊന്നുമില്ലല്ലോ. -3 1 2 വേറൊന്നുമില്ലല്ലോ. നെഗറ്റീവ് പോസിറ്റീവ് ഇല്ല, വേറൊന്നുമില്ല. അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. പെർഫെക്റ്റ്. ഓക്കെ, ഒരു മാർക്കാട്ടോ കിട്ടുക, പക്ഷേ ഭയങ്കര സംഭവമായിട്ട് പഠിക്കേണ്ടതുമില്ല. ദ പോയിന്റ് 0 - Y 0 ലൈസ് ഇൻ. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ Y കോർഡിനേറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. Xും Zഉം 0. അപ്പോൾ X കോർഡിനേറ്റും Z കോർഡിനേറ്റും 0 ആണെങ്കിൽ ദാറ്റ് പോയിന്റ് ലൈസ് ഇൻ Y ആക്സിലായിരിക്കും. Y നെഗറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട.
അത് നെഗറ്റീവ് വൈ ആക്സിലായിരിക്കും, പക്ഷേ വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. ഓക്കെ. എൻ്റെ അടുത്തത് ഇത് നോക്കും, നല്ലൊരു ചോദ്യമാണ്. ഈ ഒരു ടൈപ്പ് വരുമ്പോൾ കുറേ കുട്ടികൾക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, പക്ഷേ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കൺസിഡർ എ പോയിന്റ് 4, 8, 10 ഇൻ സ്പേസ്. ഇത് നിങ്ങൾ കുറച്ച് ഇമാജിനേഷൻ കൂടി വേണം കേട്ടോ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം XY പ്ലെയിൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം X ആക്സിസ്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു വിഷ്വലി നിങ്ങൾക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഫിഗർ 4, 8, 10. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്, 8 പറഞ്ഞാൽ വൈ കോർഡിനേറ്റ്, 10 എന്ന് പറഞ്ഞാൽ സെഡ് കോർഡിനേറ്റ്. അപ്പോൾ നോക്കി എക്സ് ആക്സിലെ 4, അപ്പോൾ എക്സ് ആക്സിലെ 4 ലെങ്ത് എടുത്തു, എക്സ് ആക്സിലെ 4 ലെങ്ത് എടുത്തു, അപ്പോൾ ഇവിടെ 4 കിട്ടുക. വൈ ആക്സിൽ 8, അപ്പോൾ വൈ ആക്സിൽ 8 എടുക്കുമ്പോൾ ഇവിടെ കിട്ടുക. അപ്പോൾ എക്സിലെ 4ഉം വൈയിൽ 8 കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പേസിലാണ്, പ്ലെയിനിലാണ് പോയിന്റ് വരയ്ക്കുന്നതെങ്കിൽ ദിസ് ഈസ് 4, 8 എന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ അങ്ങ് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എക്സ് ഇവിടെ 480 എന്നായി പോയിന്റ് വരും കേട്ടോ. ആക്ച്വലി 480 അത് നമുക്ക് അടുത്ത ഇതിലുണ്ട്, അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ 48 എന്ന് പറഞ്ഞ് നമ്മൾ പ്ലെയിനിലാണെങ്കിൽ ഇത് മാർക്ക് ചെയ്യും. പക്ഷേ 4, 8, 10. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് 10 എന്ന് പറഞ്ഞാൽ എന്താ, സെഡിൽ മാർക്ക് ചെയ്ത് നോക്ക്, സെഡ് കോർഡിനേറ്റ് 10. അപ്പോൾ നേരെ കുത്തനെ ഒരു ഹൈറ്റ് ഒരു 10 കൂടി എടുത്തു. അപ്പോൾ ഈ ലെങ്ത്ത് ഈ 10 ആയിരിക്കും ഇവിടെയും വരിക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, 4, 8, 10 എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഇനി എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് എ ഫ്രം ദി XY പ്ലെയിൻ. ഫ്രം XY പ്ലെയിൻ, ഇതാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്. XY പ്ലെയിൻ എന്താണെന്ന് അറിയാം മക്കൾസ്? ഇതാ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സ്. അപ്പോൾ എക്സ് ആക്സും വൈ ആക്സും വരുന്ന ആ പ്ലെയിൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, XY പ്ലെയിൻ എന്ന് പറയുക. ഞാൻ ചെറിയൊരു ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. XY പ്ലെയിൻ്റെ ചെറിയൊരു ഭാഗം ഷെയ്ഡ് ചെയ്ത് നോക്കിക്കോ. ഇതാണ് XY പ്ലെയിൻ്റെ ഭാഗം വരിക, ഈ പരന്ന് കിടക്കുന്നത് താഴെ വരുന്ന അതാണ് XY പ്ലെയിൻ. അപ്പോൾ XY പ്ലെയിനിലേക്ക് ഈ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അത് ഭയങ്കര ഈസിയാണ് സംഭവം. നിങ്ങൾ ഇനി ലോജിക്കലി ആലോചിച്ചാൽ മതി. ഇത് താഴെ ഉണ്ട്, ഇവിടെ താഴെ ഉള്ളതിൽ നിന്ന് മുകളിലെ ഈ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ കുത്തൻ ഒരു വര വരച്ചില്ലേ, ഇതാണടാ XY പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതെത്രയാ, ഈ ഡിസ്റ്റൻസ് എത്രയാ, XY പ്ലെയിനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ നമ്മൾ സെഡ് ആക്സിൽ ഒറിജിൻ മുതൽ ഈ പോയിന്റ് വരെ മാർക്ക് ചെയ്ത ഡിസ്റ്റൻസാണ്. ഈ 10 അല്ലേ നമ്മൾ ഈ എടുത്തത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി 10. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ലോ. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് എ ഫ്രം XY പ്ലെയിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 10 യൂണിറ്റ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്ര, 10 യൂണിറ്റ്. ഈസി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു പ്രശ്നം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് എ ഫ്രം X ആക്സിസ്. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസാണ് വേണ്ടത്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ പോയിന്റിന് എക്സ് ആക്സിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഈ പ്ലെയിനൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നിങ്ങൾ ഈ പോയിന്റില്ലേ, ഇവിടുന്ന് നമ്മുടെ എക്സ് കോർഡിനേറ്റ് 4 ആയിട്ടുള്ളതില്ലേ, അവിടേക്ക് നിങ്ങളൊരു ലൈൻ വരച്ച് കണക്ട് ചെയ്യും. ഇതായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള എക്സ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതിലും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാവില്ല. വേറെ എവിടെയൊക്കെ വരച്ചാലോ കുറച്ചൊന്ന് അകലം കൂടും, കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ടത്. അപ്പോൾ എനിക്കിത് കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി നിങ്ങളുടെ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. നോക്ക്, ഈ ലെങ്ത്ത് 10 അല്ലേ, അതെ. ഈ ലെങ്ത്ത് എത്രയാ, ഈ ലെങ്ത്ത് എത്രയാ, ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വൈ കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഇല്ല. അപ്പോൾ വൈ ആക്സിൽ ഈ ലെങ്ത്താണ് ഈ പോയിന്റ്, ഇവിടുത്തെ വൈ ലെങ്ത്ത് വരിക അല്ലേ, ഈ ലെങ്ത്ത് വരിക വൈ ആക്സിൽ മാർക്ക് ചെയ്ത ആ ലെങ്ത്താണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ 8 ആയതുകൊണ്ട് ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ, 8. ഇത് നിങ്ങളൊരു 3 ഡയമെൻഷനലി അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാണാൻ പറ്റുന്ന ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് 8, ഇത് 10. എടാ നിങ്ങളൊന്ന് നോക്ക്, ഇതിപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു. കാരണം ഇത് 90 ഡിഗ്രി. ഈ പോയിന്റ് ഈ ലൈൻ നമ്മൾ വരയ്ക്കുക, കുത്തനെ വരയ്ക്കുക. അപ്പോൾ 90 ഡിഗ്രി. ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ആക്ച്വലി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കി, എക്സ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ പോരെ. സ്ക്വയർ റൂട്ട് ഓഫ് നോക്ക്, ഈ ഡിസ്റ്റൻസ് പോയോ, ഇവിടെ അല്ലേ നമ്മൾ മാർക്ക് ചെയ്തത്. യെസ്, സ്ക്വയർ റൂട്ട് ഓഫ് 8ൻ്റെയും 10ൻ്റെയും സ്ക്വയർ. അപ്പോൾ 8 സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അങ്ങനെ തന്നെ എഴുതിയാൽ പോരെ. അത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മളുടെ ഡിസ്റ്റൻസ്. ബേസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ, മറ്റേത് എത്രയാണ് 8 അല്ലേ. അപ്പോൾ 8ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 64. അപ്പോൾ 100ഉം 64ഉം നമുക്ക് ടോട്ടൽ എത്ര കിട്ടും, 164 കിട്ടും. അതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് എടുത്താൽ മതി, റൂട്ട് 164 ആയിരിക്കും. ഇത്രയും യൂണിറ്റ് ആയിരിക്കും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നാലും നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത്. നിങ്ങൾ ആ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ വരച്ച് നോക്കിയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, ആ ഒരു ഐഡിയ എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. സിമ്പിളാണ്, ആ ഒരു ഐഡിയ മനസ്സിലാക്കിയിട്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ക്വസ്റ്റ്യൻ. അടുത്ത് നോക്കും. കൺസിഡർ ദി ഫോളോയിങ് ഫിഗർ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് PQ. നേരത്തെ മോഡലുള്ള ഫിഗർ തന്നെയാണ്, പക്ഷേ PQൻ്റെ നിങ്ങളോട് ചോദിച്ചത് എന്താ, PQ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഡിസ്റ്റൻസ്, PQ എന്ന് പറയുന്ന ആ ലൈനിൻ്റെ ഡിസ്റ്റൻസ്.
അപ്പോൾ പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ളതാണ്. നോക്ക്, ഈ രണ്ട് പോയിന്റ് അല്ലെങ്കിൽ ഈ ലെങ്ത് അറിയണം. ഈ ലെങ്ത് അറിഞ്ഞിട്ട് നിങ്ങൾ ഇത് 90 ഡിഗ്രിയിലാണോ കിട്ടുക? 90 ഡിഗ്രിയിൽ തന്നെ അല്ലേ കിട്ടുക? യെസ്, ഇത് 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഇതാ ഈ ലെങ്ത്ത് 3 ഈ ലെങ്ത്ത് 5. അപ്പോൾ 3² + 5² ആയിരിക്കും വരിക ആൻസർ. പക്ഷേ നിങ്ങൾക്ക് അതല്ലാതെയും ചെയ്യാം. അല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. പിയുടെ പോയിന്റ് എങ്ങനെയാണ് പിയുടെ പോയിന്റ് മാർക്ക് ചെയ്യുക? പിയുടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. എക്സിൽ എത്രയാണ്? 3. വൈയിൽ എത്രയാണ്? 4. അപ്പോൾ അതാ എക്സ് കോർഡിനേറ്റ് 3 ആണ്, വൈ കോർഡിനേറ്റ് 4 ആണ്. കുത്തനുള്ളത് എത്ര നോക്ക്? 5. അപ്പോൾ 3, 4, 5 ഇതല്ലേ പിയുടെ കോർഡിനേറ്റ്? ശരിയല്ലേ? നോക്ക്, എക്സിൽ 3, വൈയിൽ 4. അപ്പോൾ ഈ പോയിന്റ് 3, 4, Z 0 ആയതുകൊണ്ട് 3, 4, 0 ആൻഡ് സെഡിൽ ഒരു 5 കൂടി പൊന്തി. അപ്പോൾ 3, 4, 5 സെറ്റാ. ഇത് വൈ ആക്സിലെ പോയിന്റ് അല്ലേ? അപ്പോൾ എക്സും സെഡും എന്തായാലും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വൈ എന്തായിരിക്കും? ഈ ലെങ്ത് എത്ര നോക്ക്? 4. അപ്പോൾ 0, 4, 0 സെറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ പി ക്യൂയുടെ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാലോ. പി ക്യൂ എന്ന് പറയുന്ന ആ ഒരു ലൈന് ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് വെറുതെ. പി 3, 4, 5 3, 4, 5 ക്യൂ എന്ന് പറഞ്ഞാൽ 0, 4, 0. ഓക്കെ, സോ ഇത് ഞാൻ x1, y1, z1 എന്ന് കൊടുത്തു. ഇത് x2, y2, z2 എന്ന് കൊടുത്തു. നമ്മുടെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഡിസ്റ്റൻസ് ഫോർമുല 3 ഡയമെൻഷണൽ സ്പേസിൽ എങ്ങനെയാണ്? x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ റൂട്ട് ശരിയല്ലേ? അങ്ങനെയാണ്. വെറുതെ നിങ്ങൾ ആ പോയിൻ്റൊക്കെ ഒന്ന് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. x2 - x1 0 - 3. 0 - 3 എന്ന് പറഞ്ഞാൽ -3യുടെ സ്ക്വയർ 9 അല്ലേ? y2 y1 രണ്ടും 4. അപ്പോൾ 4 - 4 ഹോൾ സ്ക്വയർ. 4 - 4 0 ആണ്, അതിൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ 0 ഇവിടെ 5. അപ്പോൾ 0 - 5 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആൻസർ വരിക 0 - 3 എന്ന് പറഞ്ഞാൽ -3 -3ൻ്റെ സ്ക്വയർ 9. ഇത് 0 വേണ്ട. 0 - 5 - 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ 25 + 9 എന്ന് പറഞ്ഞാൽ 34 അല്ലേ? അപ്പോൾ റൂട്ട് 34 ആൻസർ വരിക. അപ്പോൾ ഇത്ര യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആൻസർ കിട്ടുമായിരുന്നു തീർച്ചയായിട്ടും. ഇതാ ഇവിടെ നോക്ക്, ഈ ലെങ്ത് 3, ഈ ലെങ്ത് എത്രയാണ്? 5. അപ്പോൾ √3² + 5² സെയിം 3² + 5². ഇതേ ആൻസർ തന്നെയായിരുന്നു കിട്ടുക. ഓക്കെ, അപ്പോൾ ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഏത് രീതിയിലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയൊക്കെ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് കൂടിയൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഭയങ്കര ഈസിയാണിത്. ഈ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുക? ഇതാ ഇത് XY പ്ലെയിനിലെ പോയിന്റ്. എക്സിൽ 3, വൈയിൽ 4. അപ്പോൾ 3, 4, 0 എന്നാണ് ഈ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുക? ഈ പോയിന്റ് നോക്ക് നിങ്ങൾ YZ പ്ലെയിനില്ല. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഇവിടെ 0 ആയിരിക്കും. വൈയിൽ എത്രയാണുള്ളത്? 4 ആൻഡ് സെഡിൽ എത്രയാണുള്ളത്? 5. അപ്പോൾ 0, 4, 5 ആയിരിക്കും ഈ പോയിന്റ്. സിമ്പിൾ. ആൻഡ് ഈ പോയിന്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? Z ആക്സിസിലാണ്. അപ്പോൾ എക്സും വൈയും 0 ആയിരിക്കും. അപ്പോൾ 0, 0 ആൻഡ് സെഡിലേക്കുള്ള ലെങ്ത് എത്രയാണ്? നമ്മുടെ പോയിന്റിലേക്കുള്ള ലെങ്ത് എത്ര? ഒറിജിനിൽ നിന്ന് 5 അല്ലേ? അപ്പോൾ 0, 0, 5. ഇങ്ങനെ പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഈ പോയിന്റ് എങ്ങനെ? എക്സ് ആക്സിലല്ലേ? അപ്പോൾ എക്സ് 3 ആണ്, വൈയും സെഡും എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് പോയിന്റ്സ് മാർക്ക് ചെയ്ത്. അതൊക്കെ അറിഞ്ഞിരിക്കണം. ഭയങ്കര ഈസിയാണ്, രസമാണ് കേട്ടോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാവുന്ന അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ പോയിന്റ്സ് P is equidistant from A and B. അപ്പോൾ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. P is equal to -2, 3, -1. ഇത് എയിലേക്കും ബി, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതേപോലെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ 2 പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും, ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് P is equal to PB. എന്താ ചെയ്യേണ്ടത്? ഷോ ദാറ്റ് ദ പോയിന്റ് P ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി. എയിൽ നിന്നും ബിയിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. അതായത് പി എയും പി ബിയും ഈക്വൽ ആയിരിക്കണം എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം പി ഐയുടെ ലെങ്ത് ഒന്ന് എടുത്ത് നോക്കുകയാണ്. പി ഐ is equal to സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ. 3 - -2 ഹോൾ സ്ക്വയർ. അത് നിങ്ങൾ എഴുതിക്കട്ടോ വേണമെങ്കിൽ. x2 എന്ത് x1 എന്തെന്നൊക്കെ എഴുതിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യമായിരിക്കും. x2 y2 z2. അപ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരില്ല. x1 y1 z1 x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരിക 3 - -2 എന്ന് പറഞ്ഞാൽ 3 + 2 5, 5ൻ്റെ സ്ക്വയർ 25 എന്ന് വരും. പ്ലസ് 2 - 3 എന്ന് പറഞ്ഞാൽ -1, -1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ ദാ √ ഇതെന്താ? -1 + 1 0 ആയി പോലെ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ √26 ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഇതേ മോഡലിൽ നിങ്ങൾ രണ്ടാമത്തെ ആ ലൈനിൻ്റെ ഡിസ്റ്റൻസ്, ആരുടെ? പി ബിയുടെ ഡിസ്റ്റൻസ്. അപ്പോൾ പി ബിയുടെ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ അതേപോലെ ഒന്നിന് ഇവിടെ x1 y1 z1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ x2 y2 z2 കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കട്ടോ, നിങ്ങളുടെ സൗകര്യം. അപ്പോൾ നോക്ക്, x2 - x1 ദ ഹോൾ സ്ക്വയർ 1 - -2 ദ ഹോൾ സ്ക്വയർ പ്ലസ്, സിമ്പിൾ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. 1 - -2 ദ ഹോൾ സ്ക്വയർ, 2 - 3 ദ ഹോൾ സ്ക്വയർ, 2 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ്
ഇവിടെ 3 അല്ലേ, 3 മൈനസ് -1 ദ ഹോൾ സ്ക്വയർ, 3 മൈനസ് -1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ആൻസർ പറ. 1 മൈനസ് -2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 + 2 3, 3യുടെ സ്ക്വയർ 9. 2 - 3 എന്ന് പറഞ്ഞാൽ -1 -1ൻ്റെ സ്ക്വയർ 1. 3 + 1 എന്ന് വരില്ലേ, 3 + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാടാ 4, 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ 16 1 17 9 26. അപ്പോൾ ഇത് എത്ര ആൻസർ കിട്ടും, √26 കിട്ടും. അപ്പോൾ നോക്ക് ബോത്ത് ആർ സെയിം. അപ്പോൾ പി ഐ = PB, പി ഐ = PB. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് പറയാം, A and B are the points which is equidistant from P. അത്ര മതി. പി ഐ = PB എന്ന് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ആക്ച്വലി ഡിസ്റ്റൻസ് ഫോർമുല കണ്ടെത്തുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഷോ ദാറ്റ് ദ പോയിന്റ്സ് A, B, C ആർ വേർട്ടിസസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തന്ന ചോദ്യം ഞാൻ റൈറ്റ് ട്രയാങ്കിൾ ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല. ഞാൻ ABC എന്ന് പറയുന്ന പോയിന്റ് ആദ്യം വെറുതെ മാർക്ക് ചെയ്തേക്കാം. ABC എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് A 0 7 10 ആണ്. ഓക്കെ, B എന്ന് പറഞ്ഞാൽ -1 6 6 ആണ്. ഓക്കെ, ആൻഡ് C എന്ന് പറഞ്ഞാൽ -4 9 6 ആണ്. ഞാൻ ആദ്യം റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമുണ്ട്. ഫോർ റൈറ്റ് ട്രയാങ്കിൾ, ഇഫ് ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ദെൻ പൈതഗോറസ് തിയറം, അതായത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾ ഇത് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ഹൈപ്പോട്ടന്യൂസ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് എന്താ? അവിടുത്തെ ലാർജസ്റ്റ് സൈഡ് ഏതാണോ അത് ഹൈപ്പോട്ടന്യൂസ്. ആൻഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ ഏതെങ്കിലും 2 സൈഡ് എടുക്കുക, 2 അല്ല 3 എടുക്കുക. എ ബിയുടെ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുമ്പോൾ ഞാൻ എഴുതുന്നില്ല, x1 x2 ഒന്നും എഴുതുന്നില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. x2 - x1 ഹോൾ സ്ക്വയർ, -1 - 0 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ, 6 - 7 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ, 6 - 10 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിന് മൊത്തത്തിലൊരു റൂട്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ നോക്ക്, -1 - 0 എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1, ഇവിടെയും -1 വരും, സ്ക്വയർ 1, 6 - 10 എന്ന് പറഞ്ഞാൽ -4 വരും അല്ലേ, -4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ നിങ്ങളിതെല്ലാം കൂടി കൂട്ടി കീച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ആൻസർ √18 എന്ന് കിട്ടും. ഇതവിടെ നിൽക്കട്ടെ. അതേപോലെ AB കണ്ടെത്തിയതുപോലെ തന്നെ ഇനി BC കണ്ടെത്തും. BC = x2 - x1 ഹോൾ സ്ക്വയർ, -1 - -4 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾ x2 എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് x1, ഇത് y2 എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് y1, ഇത് z2 എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് z1, അങ്ങനെ തന്നെ എടുക്കണേ. x1 y1 z1 അത് നിർബന്ധം. 6 - 9 ഹോൾ സ്ക്വയർ എന്ന് വരും പ്ലസ് ഈ 6 - 6 ഹോൾ സ്ക്വയർ. ശരിയല്ലേ, അങ്ങനെയല്ല ഇതേണ്ടത്. x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. ഇനി ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യും. ഇത് -1 + 4 എന്ന് പറഞ്ഞാൽ 3, 3യുടെ സ്ക്വയർ 9, 6 - 9 എന്ന് പറഞ്ഞാൽ -3, -3യുടെ സ്ക്വയർ 9. ഇതെന്തായാലും 0 ആയി പോകും. √9 + 9 എന്ന് പറഞ്ഞാൽ √18. സിമ്പിൾ. ഇനി ഒരാൾ കൂടിയുണ്ട്, AC കൂടിയല്ലേ, AC ഫൈൻഡ് ചെയ്യാം. AC ഫൈൻഡ് ചെയ്യുമ്പോൾ √(x2 - x1 ഹോൾ സ്ക്വയർ). നിങ്ങൾക്ക് ഏതും എടുക്കട്ടോ, x2 ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ x1 എടുക്കണം, അത്രേ ഉള്ളൂ. -4 - 0 ഹോൾ സ്ക്വയർ. നിങ്ങളത് മാർക്ക് ചെയ്തോളാണ്ടി, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് x2 എടുത്തിട്ട് പിന്നെ നിങ്ങൾ ഇത് y2 എടുക്കാനൊക്കെ പോകും. അത് ചെയ്യരുത്. പിന്നെ ഇത് തന്നെ y2 - y1 ഹോൾ സ്ക്വയർ, 9 - 7 ഹോൾ സ്ക്വയർ പ്ലസ് 6 - 10 ഹോൾ സ്ക്വയർ, എന്നിട്ട് റൂട്ട്. ഇത് -4 - 0 -4 -4ൻ്റെ സ്ക്വയർ 16, 9 - 7 -2ൻ്റെ സ്ക്വയർ 4, 6 - 10 -4 -4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ നമ്മുടെ ആൻസർ 16 4 20 16 36. അപ്പോൾ √36. ഓക്കെ, 6 ആണ് ആൻസർ. അങ്ങനെ ഇരിക്കും. അപ്പോൾ ഫോർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് = ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിലാണ് എന്ത് പറയുന്നത്, റൈറ്റ് ട്രയാങ്കിൾ ആവുമെന്ന് പറയുന്നത്. ഇതിലേതാ ലാർജസ്റ്റ് സൈഡ്? അപ്പോൾ ഇതാണ് ലാർജസ്റ്റ് സൈഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ലാർജസ്റ്റ് സൈഡ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ലാർജസ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ ബാക്കിയുള്ള 2 സൈഡിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആൻസർ കിട്ടും. ലാർജസ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ ബാക്കിയുള്ള 2 സൈഡിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആണോ നോക്കാം. അപ്പോൾ നോക്ക്, ലാർജസ്റ്റ് സൈഡ് എത്ര, √36. അതിൻ്റെ സ്ക്വയർ ബാക്കിയുള്ള 2 സൈഡിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആണോ നോക്കിയാൽ മതി. അപ്പോൾ അതാ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ചെയ്ത് നോക്ക്. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എത്ര നോക്കാം നമുക്ക്. 2 √18 അല്ലേ, അപ്പോൾ √18ൻ്റെ സ്ക്വയർ പ്ലസ് √18ൻ്റെ സ്ക്വയർ. ശരി, റൂട്ടും സ്ക്വയർ ഒരുമിച്ച് ഒന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 18 + 18 എത്ര വരിക, 36. അപ്പോൾ 36 എന്ന് പറയുന്നത് ഇതാ നോക്കടാ, അവിടെ ആരുടെ സ്ക്വയറാ, AC-യുടെ സ്ക്വയറാ. അപ്പോൾ കറക്റ്റ് ആയി അല്ലേ. 36 എന്ന് പറഞ്ഞാൽ AC സ്ക്വയർ അല്ലേ, AC √36 ആണെങ്കിൽ 36 അതിൻ്റെ സ്ക്വയർ അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈസ് = AC സ്ക്വയർ എന്ന് കിട്ടി. ഇത്രയുള്ള പരിപാടി ആയതിനാൽ ഇറ്റ് ഈസ്
എ റൈറ്റ് ട്രയാങ്കിൾ. ഇതെന്തായിരിക്കും? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടുത്തെ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഷോ ദാറ്റ് ദ പോയിന്റ്സ്, 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, ആർ കൊലീനിയർ. ഈ 3 പോയിന്റ്സ് കൊലീനിയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഈസിയാണ്, നല്ല രസമാണ്. ഒരു ലൈനിലെ 3 പോയിന്റ്സ് തന്നിട്ട്, അതായത് എ തന്നു, ബി തന്നു, സി തന്നു. ഇഫ് ദീസ് ആർ കൊലീനിയർ ആണെങ്കിൽ, കൊലീനിയാരിറ്റിയുടെ കണ്ടീഷൻ കൊലീനിയർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കൊലീനിയർ ആണെങ്കിൽ 2 സൈഡുകളുടെ ലെങ്ത്, അതായത് ഈ ചെറുതും ഇതും എ ബിയും ബി സിയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൊത്തം ലെങ്ത് എ സി കിട്ടണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് കൊലീനിയർ ആണോ അല്ലേ എന്ന് കിട്ടും. അപ്പോൾ ഇത് മറക്കരുത്. ഇതാണ് കൊലീനിയാരിറ്റിൻ്റെ കണ്ടീഷൻ. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് കിട്ടിയ പോയിന്റുകൾ ഞാൻ ഇവിടെ വെറുതെ ഒന്ന് മാർക്ക് ചെയ്യാം. എ -235, ബി 70 - 1, 70 - 1 അല്ല, 1 2 3. അടുത്ത സി 70 - 1. അപ്പോൾ ഓക്കെയാണ്. എ കൊടുത്തു, ബി കൊടുത്തു, സി കൊടുത്തു. ഒന്നുമില്ല, എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് കൊലീനിയർ ആയിരിക്കും. കൊലീനിയാരിറ്റി ആണെങ്കിൽ അതാ കണ്ടീഷൻ. എന്ത്? 2 ലൈനിനോടും കൂട്ടി 2 സെഗ്മെൻറ്റോടും കൂട്ടിയാൽ ആ വലിയ സെഗ്മെൻറ്റ്, വലിയ ആ ഒരു ലെങ്ത്ത് കിട്ടണം. എ ബി പറ. എ ബി is equal to square root of x2 minus x1 whole square. അതായത് 1 minus -2 whole square plus y2 minus y1, 2 minus 3 whole square plus z2 minus z1, 3 minus 5 the whole square. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂട്ട്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക 1 + 2 3, 3യുടെ സ്ക്വയർ 9, 2 - 3 -1, 1 -1ൻ്റെ സ്ക്വയർ 1, 3 - 5 എന്ന് പറഞ്ഞാൽ -2, -2ൻ്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 4. അപ്പോൾ ദാ ആൻസർ വരുന്നത് √14. ഇവിടുത്തത് √14. ഓക്കെ, എ ബി കിട്ടി. അടുത്തത് ബി സി എന്ന് പറഞ്ഞാൽ √x2 - x1 whole square. അതേപോലെ തന്നെ ചെയ്യും. 7 - 1 whole square plus 0 - 2 whole square plus z2 minus z1 -1 minus 3 whole square. 7 - 1 6, 6ൻ്റെ സ്ക്വയർ 36. 0 - 2 എന്ന് പറഞ്ഞാൽ -2, -2ൻ്റെ സ്ക്വയർ 4. -1 - 3 എന്ന് പറഞ്ഞാൽ -4, -4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ആൻസർ 40 16 56, √56 എന്ന് കിട്ടി. അപ്പോൾ √56 14ൻ്റെ ടേമിൽ എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും. 14 × 4 എന്ന് പറഞ്ഞാൽ √56. ശരിയാണ്. 14 × 4 എന്ന് പറഞ്ഞാൽ അല്ലേ 4 10 40 4 4 16, 40 10 16 56. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, ഈസിയാണ്. 4ൻ്റെ റൂട്ട് 2 അല്ലേ, അപ്പോൾ 2 √14 എഴുതിക്കൂടെ? തെറ്റുണ്ടോ? ഇല്ല, അതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ആഡ് ചെയ്യുന്ന സമയത്ത് അവസാനം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യും? √14 + √56 നിങ്ങൾ √70 എന്നൊക്കെ എഴുതിക്കാളും. അതുകൊണ്ടാണ്. ആൻഡ് അടുത്തത് എ ബി ബി സി കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തത് എ സിയുടെ ലെങ്ത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് x2 - x1 whole square, 7 - -2 whole square plus y2 - y1 whole square, 0 - 3 whole square plus z2 - z1 whole square, -1 - 5 the whole square. ഓക്കെ, അപ്പോൾ 7 + 2 9 വരും. 9ൻ്റെ സ്ക്വയർ 81. 0 - 3 എന്ന് പറഞ്ഞാൽ -3യുടെ സ്ക്വയർ 9, -1 - 5 എന്ന് പറഞ്ഞാൽ -6, അതിൻ്റെ സ്ക്വയർ 36. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുക 90 + 36 √126 എന്ന് കിട്ടും. ഈ √126നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 14ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ എഴുതുക. 9 × 14 എഴുതാം. കാരണം 10 14 140. 140 ഒരു 14 കുറച്ച് നോക്ക് 126. അപ്പോൾ 9 17 ആയിരിക്കും 126. 9ൻ്റെ റൂട്ട് നമുക്കറിയാം 3. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ഈസ് ഈക്വൽ ടു 3 √14. നോക്കടാ, നോക്ക്. സിമ്പിൾ, കാര്യം കഴിഞ്ഞു. എ ബി പ്ലസ് ബി സി എടുക്കുക. എ ബി പ്ലസ് ബി സി എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് √14 മറ്റേത് 2 √14. ഒരു √14 2 √14 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3 √14. 3 √14 ഈസ് ഈക്വൽ ടു എ സി. അപ്പോൾ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി. സോ ദേ ആർ കൊലീനിയർ. അപ്പോൾ അതുകൊണ്ട് ആ പോയിന്റ്സ് എന്തായിരിക്കും? കൊലീനിയർ പോയിന്റ് ആയിരിക്കും. അതായത് ഒരേ ലൈനിലുള്ളതായിരിക്കും. ഇത്രേ ഉള്ളൂ. ഇത്ര പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെരിഫൈ ദ വെർട്ടിസസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമിന് ചോദിച്ചത് ഇതായിരുന്നു, ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് ആണെങ്കിൽ ഇത് നിങ്ങൾ വർക്കായിട്ട് ചെയ്യുക. ഷോ ദാറ്റ് 2 sides ആർ ഈക്വൽ. ഏതെങ്കിലും 2 സൈഡ് സെയിം ആണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഈസിയാണ്.
സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സുകൾ തന്നിട്ട് നിങ്ങൾ എന്തായാലും ലെങ്ത് ഫൈൻഡ് ചെയ്യാമല്ലോ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട്. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ those are the vertices of isosceles triangle. അപ്പം ഇത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ 3 dimensional geometry എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു 3D geometry സിമ്പിൾ ചാപ്റ്ററാണ്. കുറഞ്ഞ മാർക്ക് സ്കോർ ചെയ്യാനേ ഉണ്ടാവും. അത് കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.